ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ പെരിയ. നയപ്രഖ്യാപന പ്രസംഗം പരിപൂർണമായും ഒരുപക്ഷെ കേരളക്കരയാകെ വളരെ ഗൗരവത്തോടുകൂടി കേട്ട ദിവസമാണിന്ന്. ഒരു പുതിയ സർക്കാർ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിനു ശേഷം വികസനങ്ങളെക്കുറിച്ചും ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, പുതിയ തലമുറയെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി, നായകത്വം നൽകുന്ന ഒരു സർക്കാർ. അങ്ങനെ ഒരു സർക്കാരിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം സ്വാഭാവികമായും കേരളക്കരയാകെ വളരെ കൗതുകത്തോടുകൂടി അഭിമാനത്തോടു കൂടിയാണ് കേട്ടിരുന്നത്. ഇതിനകത്ത് നിരവധി പദ്ധതികളുണ്ട്. ഒരുപക്ഷെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഈ സർക്കാർ പുതിയൊരു മീഡിയ സിറ്റിയും ഫിലിം സിറ്റിയും ആരംഭിക്കുന്നു എന്നുള്ളതാണ്. കൊച്ചി എന്ന് പറയുന്ന മഹാനഗരം അതിൻ്റെ വിസ്തൃതി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു ഘട്ടത്തിൽ PPP അടിസ്ഥാനത്തിൽ വമ്പൻ പദ്ധതികൾ കൊച്ചിയിലേക്ക് ആകർഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിൽ സിംഗപ്പൂരിനെ പോലെ കേരളത്തെ ഒരു തുറമുഖ നഗരമായി ആകെ കേരളത്തെ മാറ്റിയെടുക്കാൻ ഒരു സർക്കാരിൻ്റെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് മീഡിയ സിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ ഒരു വർഷം പുറത്തിറങ്ങുന്ന 200-ലധികം വരുന്ന സിനിമകൾ, ഈ സിനിമകളുടെ നിർമ്മാണവും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം പലപ്പോഴും കേരളത്തിന് പുറത്താണ് നടക്കുന്നത്. കേരളത്തിൽ തന്നെ നടക്കുന്ന സിനിമകളിൽ പോലും ഒട്ടുമിക്ക കാര്യങ്ങൾക്കും മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ മീഡിയ സിറ്റി, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാർത്താ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഐച്ഛിക വിഷയമായി ഏറ്റെടുത്ത് ആ രംഗത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഇടത്തിൻ്റെ പേരാണ് കേരളം. ഇന്ന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളായാലും അന്താരാഷ്ട്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളായാലും ആ മാധ്യമ സ്ഥാപനങ്ങളുടെ എല്ലാം ടെക്നിക്കൽ സൈഡിൽ പ്രവർത്തിക്കുന്നവരും എഡിറ്റോറിയൽ സൈഡിൽ പ്രവർത്തിക്കുന്നവരുടെയും കൂട്ടത്തിൽ ധാരാളം മലയാളികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ ആ മലയാളക്കരയിൽ ഒരു മീഡിയ സിറ്റി ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ സത്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മീഡിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏക ഓട്ടോണമസ് സ്ഥാപനം എന്ന് പറയുന്നത് കേരള മീഡിയ അക്കാഡമി മാത്രമാണ്. വിരലിലെണ്ണാവുന്ന കൊച്ചു ചില കോഴ്സുകൾ നടപ്പിലാക്കുകയും മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന് അപ്പുറം മറ്റൊന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത വളരെ ലളിതമായിട്ടുള്ള മാധ്യമ പ്രവർത്തന രീതിയുമായിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരം ഓട്ടോണമസ് സ്ഥാപനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ദുബായ് പോലുള്ള നഗരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും മീഡിയ സിറ്റി. ആ മീഡിയ സിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു വമ്പൻ വികസന പ്രവർത്തനത്തിൻ്റെ സമുച്ചയമാണ്, ഒരു കേന്ദ്രമാണ്. ലോകം മുഴുവനുമുള്ള മാധ്യമ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഹൗസുകളുമെല്ലാം പ്രവർത്തിക്കുന്നത് ഇത്തരം മീഡിയ സിറ്റികളിലാണ്. അങ്ങനെ ഒരു മീഡിയ സിറ്റി അത് കൊച്ചി പോലുള്ള ഒരു മഹാനഗരത്തിലേക്ക് വരികയും കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും മാധ്യമം പഠിക്കാനും മാധ്യമ പ്രവർത്തനത്തിൽ ഇടപഴകാനും മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട റിസർച്ച് മേഖലകളിൽ കൈകാര്യം ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്കെല്ലാം പുതിയ മാനവും വിപ്ലവവുമാണ് കേരള സർക്കാർ മീഡിയ സിറ്റി എന്ന ആശയം വഴി നൽകിയിരിക്കുന്നത്. ഇതേത് രീതിയിൽ നടപ്പിലാക്കും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഇനി ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും എക്സ്പെർട്ടിസമുള്ള ധാരാളം ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരികയും സംസ്ഥാന സർക്കാരിനെ പിന്തുണയ്ക്കുകയും ചെയ്താൽ ലോകം കണ്ട ഏറ്റവും വലിയ മീഡിയ സിറ്റിയായി സംസ്ഥാന സർക്കാരിൻ്റെ ഡ്രീം മീഡിയ സിറ്റി മാറുക തന്നെ ചെയ്യും.